ഹലോ എവരിവൺ, ട്രാവൻകൂർ ഹിസ്റ്ററിയുടെ 7ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉത്രം തിരുനാളിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. 1847 മുതൽ 1860 വരെയാണ് ഉത്രം തിരുനാൾ ഭരിച്ചിട്ടുള്ളത്. തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ പ്രജാക്ഷേമ തൽപരനായിരുന്നു ഉത്രം തിരുനാളും. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈയെടുത്തു. 1859 അദ്ദേഹം തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഫ്രീ സ്കൂള് സ്ഥാപിച്ചു. തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയികളാവുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തുകയും ചെയ്തു. ഭരണപരമായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി 4 വിഭാഗങ്ങളാക്കി തിരിക്കുകയും അവയുടെ ഭരണനിർവഹണത്തിനായി ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിക്കുകയും ചെയ്തു. സമാധാന പരിപാലനം, നികുതി പിരിവ്, വിദ്യാഭ്യാസം, ദേവസ്വം കാര്യങ്ങൾ ഇവയിലൊക്കെ ദിവാൻ പേഷ്കാരുടെ അധികാര പരിധിയിലാക്കി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയിൽ ഓരോ ജില്ലയിലും ഓരോ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിച്ചു. വാണിജ്യ മേഖലയുടെ പുരോഗതി ലക്ഷ്യം വെച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റും നടത്തിയ പ്രദർശനങ്ങളിൽ തിരുവിതാംകൂർ പങ്കെടുക്കുകയും മുക്താണ്ഡമായ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിക്ടോറിയ മഹാറാണിയുടെ പ്രത്യേക അഭിനന്ദനം തിരുവിതാംകൂറിന് ലഭിക്കുകയുണ്ടായി. രാജ്യഭരണം നിർവഹിക്കുന്നതിനിടയിലും വ്യത്യസ്തങ്ങളായ ഇതര മേഖലകളിലും ഉത്രം തിരുനാൾ പ്രാഗൽഭ്യം തെളിയിച്ചു. ബഹുഭാഷാ പണ്ഡിതനായ മഹാരാജാവിന് ജ്യോതിശാസ്ത്രം, രസതന്ത്രം എന്നീ വിഷയങ്ങളിലും പരിജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം പാശ്ചാത്യ വൈദ്യശാസ്ത്രം അഭ്യസിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിരുന്നു. ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന പരിഷ്കാരങ്ങൾക്കും ഉത്രം തിരുനാളിന്റെ ഭരണകാലം സാക്ഷ്യം വഹിച്ചു. കൊട്ടാരങ്ങളിലെയും മരാമത്ത് പണികളിലെയും ദേവസ്വങ്ങളിലെയും ചെലവ് കർശനമായി ചുരുക്കുക വഴി രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന അടിമകൾക്കുണ്ടാവുന്ന കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ടും അവരുടെ നാനാമുഖമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഉദാരമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും 1853 ഉത്രം തിരുനാൾ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് 1859 മറ്റൊരു വിളംബരവും ഉണ്ടായി. ഉത്രം തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 ആലപ്പുഴ പട്ടണത്തിൽ തുറക്കുന്നത്. നവീന രീതിയിലുള്ള ആദ്യ കയർ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചതും ആലപ്പുഴയിലായിരുന്നു. ജെയിംസ് ഡാറ എന്ന പാശ്ചാത്യനായിരുന്നു അതിന്റെ സ്ഥാപകൻ. കലാസാഹിത്യ രംഗങ്ങളിലും വിലപ്പെട്ട സംഭാവനകൾ അർപ്പിക്കാൻ ഉത്രം തിരുനാളിന് കഴിഞ്ഞിരുന്നു. അപ്പം ഇത്രയാണ് ഉത്രം തിരുനാളിനെ പറ്റി പറയാനുള്ളത്. ചെറിയൊരു എപ്പിസോഡായിരുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ആയില്യം തിരുനാളിനെ പറ്റി സംസാരിക്കാം.